ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എവിടെ നോക്കിയാലും ശബ്ദങ്ങളാണല്ലേ? പുറത്തും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ പോലും. സമാധാനം എവിടെയോ നഷ്ടപ്പെട്ടു പോയ പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞ് സമാധാനം കണ്ടെത്താനുള്ള ഒരു ലളിതമായ വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കാൻ മറന്നുപോയിട്ടുണ്ടോ? പുറത്തുനിന്ന് വരുന്ന 1000 ശബ്ദങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദം കേൾക്കാൻ പറ്റാതായിട്ടുണ്ടോ? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഫോണിലേക്ക് വന്നോണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ, സോഷ്യൽ മീഡിയയിലെ ആ തീരാത്ത സ്ക്രോളിംഗ്, ഇതൊക്കെ എപ്പോഴും നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക് വലിച്ചോണ്ടിരിക്കുകയല്ലേ? പിന്നെ മറ്റൊന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്നൊരു കാര്യം, മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുക. അതോടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുതരം സംഘർഷം തുടങ്ങും. ഇത് പതിയെ പതിയെ നമ്മുടെ സമാധാനം ഇല്ലാതാക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഫോമോ എന്ന്, അതായത് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇത് നമ്മളെ ഒരു സ്വസ്ഥതയും ഇല്ലാത്തവരാക്കി മാറ്റും. മറ്റുള്ളവരൊക്കെ അടിച്ചു പൊളിക്കുമ്പോൾ നമ്മൾ മാത്രം ഒന്നിനും പോകുന്നില്ലല്ലോ എന്നൊരു തോന്നൽ, അതൊരു വലിയ അസ്വസ്ഥതയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ശബ്ദങ്ങൾ നിറഞ്ഞ ഈ ലോകം. എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും തിരക്കാണെന്ന് തോന്നുന്നതും എന്നാൽ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടുന്നതും? ഇതൊരു വിരോധാഭാസമാണല്ലേ? നോക്കൂ, നമ്മുടെ കയ്യിലെ സമയം ലാഭിക്കാൻ വേണ്ടി ഒരുപാട് ആപ്പുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയുണ്ട്. പക്ഷേ ഈ ബഹളത്തിനിടയിൽ നമുക്കു വേണ്ടി തന്നെ ഒരിത്തിരി സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള ആ കഴിവ് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഇനി അടുത്തത്, ഈ ഉള്ളിലെ ശൂന്യത മാറ്റാൻ നമ്മളെന്താ സാധാരണയായി ചെയ്യാറ്? പലപ്പോഴും നമ്മൾ സമാധാനം തിരയുന്നത് തെറ്റായ സ്ഥലങ്ങളിലായിരിക്കും. അതിനെക്കുറിച്ചാണ് ഈ ഭാഗം. ഉള്ളിലൊരു ശൂന്യത തോന്നുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എവിടെയാണ് ഒരു പരിഹാരത്തിനായി നോക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. മിക്കവാറും നമ്മൾ സമാധാനം കണ്ടെത്താൻ നോക്കുന്നത് പുതിയ നേട്ടങ്ങളിലൂടെയും കൂടുതൽ പണത്തിലൂടെയും ചിലപ്പോൾ ബന്ധങ്ങളിലൂടെയുമൊക്കെയാവും. അതുമല്ലെങ്കിൽ നല്ല പാട്ടുകേട്ടും യാത്ര പോയും സോഷ്യൽ മീഡിയയിൽ മുങ്ങിയും ആ ശൂന്യത അങ്ങ് മറക്കാൻ ശ്രമിക്കും. ചിലപ്പം മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചാൽ സമാധാനമായി എന്നും കരുതും. പക്ഷേ ഈ പുറമെയുള്ള തിരച്ചിലുകൾക്കൊന്നും ശാശ്വതമായ സമാധാനം തരാൻ കഴിയില്ല. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നല്ലോണം ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒരു ഫോട്ടോ നോക്കി ദാഹം മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാകും, പക്ഷെ ദാഹം മാറില്ല. അപ്പോ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. പുറത്തേക്ക് നോക്കുന്നത് നിർത്തി ഉള്ളിലേക്ക് തിരിയുന്നതിനെക്കുറിച്ച്. അതായത് നമ്മളൊക്കെ മറന്നുപോയ ഒരു ശീലത്തെപ്പറ്റി. യഥാർത്ഥത്തിൽ പ്രശ്നം പുറത്ത് ബഹളമുണ്ട് എന്നുള്ളതല്ല. യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദതയെ നമ്മൾ കേൾക്കാതെയായി എന്നതാണ്. ഈയൊരു ചിന്ത മാത്രം മതി പ്രശ്നത്തെ മുഴുവനായി വേറൊരു രീതിയിൽ കാണാൻ. അപ്പോ എന്താണ് ഈ നിങ്ങളെ തന്നെ കേൾക്കുക എന്ന് പറഞ്ഞാല്? ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഒരു വിമർശനവുമില്ലാതെ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ, അല്ലെങ്കിൽ ഇതിനെ എപ്പോഴെങ്കിലും ശരിയാക്കണമെന്ന ചിന്തയില്ലാതെ നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ എന്താണോ അതിനെ അതുപോലെ അനുഭവിക്കുക. അത്രയുള്ളൂ. പക്ഷേ ഇത്രയും ലളിതമായൊരു കാര്യം എന്തുകൊണ്ടാണ് നമുക്കിത്ര ബുദ്ധിമുട്ടായി തോന്നുന്നത്? കാരണം നമുക്ക് നിശബ്ദതയെ പേടിയാണ്. കാരണം നിശബ്ദതയിൽ നമ്മുടെ ശ്രദ്ധ മാറ്റാൻ വേറൊന്നുമില്ല. അവിടെ നമ്മൾ നമ്മളെ തന്നെ നേരിടേണ്ടി വരും. ആ സത്യം ഒരു പക്ഷെ അത്ര സുഖമുള്ളതായിരിക്കില്ല. സമാധാനം എന്നത് നമ്മൾ ഭാവിയിൽ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഭാഗം. അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴേ ഉള്ള ഒന്നിനെ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും സമാധാനത്തെ ഒരു ട്രോഫി പോലെയാണ് കാണുന്നത്, അല്ലേ? അത് നേടിയെടുക്കേണ്ട എന്തോ ഒന്നായിട്ട്. എന്നാൽ സത്യത്തിൽ സമാധാനം ഒരു നേട്ടമല്ല, അതൊരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇതാണ് സമാധാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റ്. നമുക്കിതിനെ 2 രീതിയിൽ കാണാം. ഒന്ന്, സമാധാനത്തിന് പിന്നാലെയുള്ള ഒരു ഓട്ടമാണ്. എനിക്ക് ആ ജോലി കിട്ടുമ്പോൾ സമാധാനമാകും എന്ന ചിന്ത. ഇത് കൂടുതൽ അസ്വസ്ഥതയും ടെൻഷനുമാണ് ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത്തേത്, സമാധാനം ഒരു സാന്നിധ്യമായി കാണുക. അതായത് സമാധാനം എപ്പോഴോ കിട്ടാനുള്ള ഒന്നല്ല, അതിപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിവ്. അതിന് പുറത്തുള്ള ഒന്നിനെയും ആശ്രയിക്കേണ്ട, നമ്മുടെ ശ്രദ്ധ മാത്രം മതി. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സമാധാനം എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, അത് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ബഹളങ്ങൾക്കിടയിൽ നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ശരി, ഇപ്പൊ നമ്മൾക്ക് ഈ ആശയം മനസ്സിലായി. ഇനി ഇത് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം.
ഈ ബഹളങ്ങൾക്കിടയിലും എങ്ങനെ ശാന്തമായി ഉറച്ചു നിൽക്കാമെന്ന് പഠിക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്ന 4 സിമ്പിൾ സ്റ്റെപ്പുകളുണ്ട്. 1. സമാധാനത്തിന് പിന്നാലെയുള്ള ഓട്ടം നിർത്തുക. 2. ഒരു ജഡ്ജ്മെന്റുമില്ലാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് കേട്ടുതുടങ്ങുക. 3. ഈ നിമിഷത്തിൽ ജീവിക്കുക, കാരണം സമാധാനം അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ 4-മത്തേത്, സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, ബഹളങ്ങൾക്കിടയിൽ അത് കേൾക്കാതെ പോയതാണെന്ന് തിരിച്ചറിയുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഈ ഒരു വാചകത്തിൽ പറയുന്നുണ്ട്. സമാധാനം എന്നത് ശബ്ദമില്ലാത്ത അവസ്ഥയല്ല, അത് നിങ്ങളുടെ ശ്രദ്ധയുടെ, നിങ്ങളുടെ അവബോധത്തിന്റെ സാന്നിധ്യമാണ്. പുറത്തെന്ത് ബഹളമാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിരിക്കാൻ പറ്റും. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴാണ് നിങ്ങൾ അവസാനമായി നിങ്ങളെ തന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചത്? പുറത്തെ ലോകത്തെയും ബഹളങ്ങളെയും എല്ലാം ഒന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ചെവി കൊടുത്തത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് പോലും ഒരു നല്ല തുടക്കമാണ്, അല്ലേ?